ശ്രീ പ്രഭാകരൻ പലേരി. തിരിച്ചടി ഉടനോ എന്നുള്ള ചോദ്യമാണ് ഭാരതത്തിനകത്തു നിന്നും ഉയരുന്നത്. കാരണം വല്ലാത്ത ആശങ്കയിൽ പാകിസ്ഥാൻ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇരവാദമുയർത്താൻ UN-ൽ ശ്രമിച്ചുവെങ്കിലും അവിടെയെല്ലാം പരാജയപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന കാഴ്ച കണ്ടതാണ്. ആണവ ഭീഷണി ഉയർത്തിയതിനെ ചോദ്യം ചെയ്തും വിമർശിച്ചും UN സെക്യൂരിറ്റി കൗൺസിലിലെ അംഗരാജ്യങ്ങൾ പോലും പാകിസ്ഥാനെ വിമർശിക്കുകയുണ്ടായി. അങ്ങനെ ഒരൊറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ മാറുമ്പോൾ ഭാരതത്തിന്റെ തിരിച്ചടിയെ അവർ വല്ലാതെ ഭയക്കുന്നുണ്ടോ? ഭാരതത്തിന്റെ തിരിച്ചടി എന്ന് പറയുന്നത് ഒരു അടി മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഈ സംഭവം നടന്ന ഉടനെ ഭാരതം അതിനെ എതിരായിട്ട് നമ്മൾ പലതും ചെയ്യുകയുണ്ടായി. ഒരു യുദ്ധം കൊണ്ട് മാത്രം ഒതുക്കാവുന്നതല്ല ഈ സംഗതി. ഇതിനേക്കാളും കാര്യമായിട്ടുള്ള പലതും നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ ഏകദേശം 13 സംഗതികൾ ഇന്ത്യ ചെയ്തു കഴിഞ്ഞു. അത് തന്നെ നാട്ടുകാർക്ക് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതികളാണ്. ഇൻഡസ്ട്രി മുതൽ പലതും നമ്മൾ അറിയാതെയും പലതും ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവൺമെന്റ് എന്താണ് തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൽ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്ന യുദ്ധം. അതായത് ഇതിനൊക്കെ നമ്മൾ ഇതുവരെ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ വല്ലതും നടന്നാൽ അങ്ങോട്ട് ആക്രമിക്കണം, യുദ്ധം ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അതിനേക്കാളും വലുതായിട്ടുള്ള പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും, അതും മിലിറ്ററി ഉപയോഗിച്ചിട്ട് തന്നെ. അപ്പോൾ മിലിറ്ററി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല സംഗതികളുമുണ്ട്. ബാക്കിയുള്ള ശക്തികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാക്കിയുള്ള ആം ഫോഴ്സിനെ കൊണ്ട് ചെയ്യാനുള്ളതുണ്ട്, സാമ്പത്തികമായി ചെയ്യാനുള്ളതുണ്ട്, റിസോഴ്സ് കൂടെ ചെയ്യാനുള്ളതുണ്ട്. അങ്ങനെ പല സംഗതികളും നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പാകിസ്ഥാന്റെ UN സെക്യൂരിറ്റി കൗൺസിലിലെ പ്രമേയങ്ങളൊക്കെ പൊളിഞ്ഞു പോയത്. 15 രാജ്യങ്ങളിൽ 13 രാജ്യങ്ങളും അവർക്ക് എതിരായിരുന്നു. ചൈന അവരുടെ കൂടെ ഉണ്ട്. അത് അവർ നിന്ന് പറ്റുകയുള്ളൂ. കാരണം ഓരോരു ടീം മാതിരി പ്രവർത്തിക്കുകയാണ്. പക്ഷെ അവിടെയും ചൈനയും അത്രമാത്രം അഗാധമായിട്ട് അവരോട് ഇടപെടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് അത് ഗവൺമെന്റ് തീരുമാനിക്കട്ടെ. ഗവൺമെന്റ് അത് നമ്മുടെ 3 സൈനിക ക്ഷേത്രത്തിലേക്കും വിട്ടുകൊടുക്കട്ടെ എന്നാണ് ഞാൻ പറയുക. ഇവിടെ നമുക്ക് വേറെ പലതും ചിന്തിക്കാണ്. ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഒരു സംഗതിയാണ്, നോർത്ത് ഈസ്റ്റിൽ വല്ല യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് എന്താവും, അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ എന്താകും? കാരണം അവിടെ പലതും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അവിടെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അവിടെ ബംഗ്ലാദേശുമായി നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇതൊക്കെ ഗവൺമെന്റിന് പലതും ഇതുപോലെയുള്ള ചിന്തിക്കാനുണ്ട്. അപ്പൊ അത് നമ്മൾ ഗവൺമെന്റിന് വിട്ടുകൊടുക്കുക, ഗവൺമെന്റ് സൈനിക ശക്തികൾക്ക് വിട്ടുകൊടുക്കുക, എല്ലാവരുടെയും കോൺഫിഡൻസ് സമ്പാദിക്കുക, എന്നിട്ട് ചെയ്യേണ്ടത് ചെയ്യുക എന്നാണ് ഞാൻ പറയുക. അതിന് നമ്മളിപ്പോൾ വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കുകയില്ല. വളരെ കാലം നടന്നുകൊണ്ട് പോകുന്ന ഒരു കണ്ടെയ്ൻമെന്റ് സെനറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പണ്ട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും ചെയ്ത മാതിരി. അത് കുറെ വർഷങ്ങൾ എടുക്കും. അതാണ് ഏറ്റവും നല്ല വഴിയും അതാണ് ഏറ്റവും നഷ്ടം കുറഞ്ഞ വഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം.